ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ദാ മക്കളെ, ഞാൻ എൻ്റെ മോൾക്ക് 10ാം ക്ലാസ്സിൽ സ്കോർ മാർക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അത്തർ ജമാഅത്ത് സ്കൂളിൽ നിന്നും അവൾ തമിഴ്നാട്ടിലാണ് കേട്ടോ 10ാം ക്ലാസ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഇവിടെ അവൾക്ക് ആ ഒരു സംഭവത്തിന് ട്രോഫി കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്. അങ്ങനെ അത് അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 10ാം ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് വാങ്ങിയവർക്കൊക്കെ ഇങ്ങനെ ട്രോഫി കൊടുക്കലും കാശ് അവാർഡ് കൊടുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിന് ഞങ്ങളെ ക്ഷണിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ പോയി ആ ട്രോഫിയും വാങ്ങി അവളെ കളിയാക്കിങ്ങാണ്ട് കുറച്ച് നേരം സമയം ഇവിടെ വന്നതും നല്ല പഠിപ്പുണ്ടായി. നാട്ടിൽ പോയത് അവളെ പഠിപ്പൊക്കെ പോയി എന്ന് പറഞ്ഞാണ്ട് കളിയാക്കിങ്ങാണ്ടില്ല പോക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ തലേ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇക്കാക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട് കേട്ടോ. നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ആ ഒരു കല്യാണത്തിനും വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഇതാ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിക്കാണ്. അങ്ങനെ ഒരു ഇക്കാക്ക് ഡ്രസ്സ് എടുക്കേണ്ട കാര്യം പറയണ മക്കളെ, ഒരു 100 കടയിൽ കയറി ഇറങ്ങാനും ഇക്കാക്ക് അങ്ങ് സെറ്റ് ആവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഡെറും നോക്കി കുറച്ച് നേരം അവിടെ ഇവിടെയും വീഡിയോസ് എടുത്ത് ഞാനും മോളും ചിരിച്ചു. അങ്ങനെ അതാ അവിടുന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഡ്രസ്സ്. എൻ്റെ സെലക്ഷനൊന്നും ഇക്കാൻ്റെ സെലക്ഷനൊന്നും അങ്ങനെ 2 സെലക്ഷന് ഷർട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഷർട്ടും വാങ്ങി നേരെ ഞങ്ങൾ പോയപ്പോൾ മോൾക്ക് അതാ ചെരുപ്പ് വേണം. മോളിങ്ങനെ കളിയാക്കണം കേട്ടോ. മക്കനൊക്കെ പൊത്തിയിട്ടുണ്ട് ഒരു കളിയാക്കല്. ഉമ്മാൻ്റെ മുമ്പിൽ എപ്പോഴും വീഡിയോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇതാ ചെരുപ്പ് കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മോനിക്ക് വിശന്നു. ഞങ്ങൾക്ക് അച്ചറ സ്വഭാവം കാണിക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് വിശക്കാണ് അല്ലേ? എന്താ കഴിക്കണേ? പബ്സ് കഴിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങിലാണ്. അപ്പോൾ നാളെ ഇല്ല, മറ്റന്നാൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. ആ കല്യാണത്തിന് ചെറിയൊരു പർച്ചേസിങ് ആണ് കേട്ടോ. അവരവിടെ ഇങ്ങനെ ചെരുപ്പ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. കണ്ട ഞാനും ഇവനേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതാ. അങ്ങനെ തന്നെ ഞാനും മോനും പുറത്ത് നിന്ന് ഫുഡ് അവന് പബ്സ് കഴിക്കുന്നു. കടൻ്റെ ഉള്ളിലായ പ്രശ്നമാവെന്ന് വിചാരിച്ചിട്ട് പുറത്തിരുന്ന് കഴിക്കണേ. അങ്ങനെ അത് അവർ ചെരുപ്പ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മോൾക്ക് എന്താണെന്ന് അറിയില്ല, എപ്പോഴും ചെരുപ്പ് എടുക്കണം കേട്ടോ. കഴിഞ്ഞ മാസത്തിൻ്റെ മേലത്തെ മാസം 2 കൂട്ടം ചെരുപ്പ് എടുത്തെടുത്താണ്. പെട്ടെന്ന് ഓള് ചെരുപ്പം തന്നാവും കേടിയിരുന്നെ. അങ്ങനെ തന്നെ ഞങ്ങൾ ചെരുപ്പും വാങ്ങി ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോണ നേരത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ട് ഒരു കടയിൽ കയറി. അപ്പോൾ കടയിൽ നിന്ന് ഇരുന്ന് കഴിച്ചാൽ ശരിയാവില്ല മോള് പറഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് 2 ചിക്കൻ റോളും ഒരു ബർഗറും ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിച്ചു. അത് അവിടുന്ന് കഴിക്കാനല്ല വീട്ടിലേക്ക് പാർസലാക്കിട്ടോ. അത് കഴിഞ്ഞിരിക്കുമ്പോൾ ഇവന് ഫ്രിഡ്ജിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് ജ്യൂസ്, അങ്ങനെ ആ ജ്യൂസ് വാങ്ങിക്കൊടുത്തു. പക്ഷെ അവനോട് കുടിക്കുന്നില്ല. അങ്ങനെ ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞാൽ ഫ്രൂട്ടും വാങ്ങിക്കൊടുത്ത് അതും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ഷർട്ട്. ഇക്കാക്ക് മറ്റന്നാൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം ആ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഡ്രസ്സല്ല, ചെറുതായിട്ടുള്ള പർച്ചേസിങ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ കല്യാണത്തിനുള്ള ഷർട്ട്. ഇക്ക അങ്ങനെ ഷർട്ടൊന്നും പൊതുവെ എടുക്കാറില്ല. പക്ഷേ എന്താന്നോ 2 ഷർട്ടൊക്കെ എടുത്തു. ഇതാണ് ഒന്ന്. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇതാണ് എനിക്ക് പറ്റിയിട്ട് എടുത്തത്. ഇത് ഇക്കാൻ്റെ സെലക്ഷനും ഇത് എൻ്റെ സെലക്ഷനും. ന്യൂസിന് കേട്ടാ ഈ ഒരു ഷർട്ട്. പിന്നെ ഇതാ മോളെ ചെരുപ്പ് കേട്ടോ. മോൾക്ക് ചെരുപ്പ് വാങ്ങി. നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. ഇതിന് 600 രൂപ 700 രൂപൻ്റെ അടുത്തുണ്ട് കേട്ടോ പ്രൈസ്. അടിപൊളി ചെരുപ്പാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഇത്രയും ഹീൽസ് ഉള്ളത് ഞാനിട്ട് കഴിഞ്ഞാൽ ഇക്കാൻ്റെ മേലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓക്കെ അല്ല കേട്ടോ. പിന്നെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്ങിന് ഞങ്ങൾ പോയതാണ്. നല്ല ചെരുപ്പ്, അടിപൊളി ചെരുപ്പാണ്. ഒക്കെയാണ് കേട്ടോ പർച്ചേസിങ്. ആടി എനിക്ക് ഓക്കെ ഇടിയായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടുണ്ട്. കറക്റ്റായിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് പോയതാണ്. ചെറിയൊരു പർച്ചേസിങ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ലൈവിൽ ഒന്ന് വരായിരുന്നേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഇതാ പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മോൻ്റെ സ്വഭാവമൊക്കെ അറിയാലോ. മോന് പുറത്തുനിന്ന് ഇറങ്ങിയ വേറൊരു വെറൈറ്റി സ്വഭാവമായിരിക്കും. അപ്പം ഞങ്ങൾ എല്ലാതും വീട്ടിലിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാർസൽ വാങ്ങി. അങ്ങനെ ഇതാ ബർഗറും വാങ്ങി.
ചിക്കൻ റോളും വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ബർഗറും ചിക്കൻ റോളും കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും കൂടെ വേണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.